ഡിവൈൻ ബാങ്കറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനങ്ങളും അറിയിക്കുന്നു. നാം കഴിഞ്ഞ ആഴ്ചകൾ തുടർമാനമായിട്ട് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവം തരുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നാം ആരംഭത്തിൽ ചിന്തിച്ചു നമ്മുടെ ശക്തിയെ പുതുക്കുന്ന ദൈവിക വാഗ്ദത്തം. പിന്നത്തതിൽ കർത്താവ് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. അതുപോലെ നമ്മുടെ ഭാവിയെക്കുറിച്ച് ദൈവം പ്ലാനുകൾ ഇടുന്നു, പദ്ധതികൾ ഇടുന്നു. അതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുന്നു. അതുപോലെ നിങ്ങൾ ഒരിക്കലും സഹായമില്ലാത്തവരല്ല. നിങ്ങൾ പ്രതിസന്ധിയിൽ തനിച്ചല്ല. അവസാനമായി നമ്മൾ കേട്ടത് നമ്മെ പ്രൊവൈഡ് ചെയ്യുന്നു ദൈവം. ദൈവം നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഈ 8 കാര്യങ്ങളാണ് കഴിഞ്ഞ 3 ആഴ്ചകളിൽ നമ്മൾ അല്പാൽപമായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന് തൻ്റെ ഭക്തനോടുള്ള വാഗ്ദത്തങ്ങൾ അവസാനിക്കുന്നില്ല, അതാണ് വാസ്തവം. എന്നാൽ ഞാൻ ഈ വാഗ്ദത്തങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി മാത്രമാണ്. പുതിയ നിയമത്തിൽ ഒരു ഭക്തനോട് കർത്താവിൻ്റെ മടങ്ങിവരവ് എന്നുള്ളത് മാത്രമേ വാഗ്ദത്തമായി ശേഷിക്കുന്നുള്ളൂ. മറ്റുള്ളതെല്ലാം വാഗ്ദത്തങ്ങളല്ല, അത് നമ്മുടെ അവകാശങ്ങളാണ്. ഞാനീ പറയുമ്പോൾ നിങ്ങൾ അത് ദൈവവചനത്തിൻ്റെ ആധികാരികത എന്തെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളത് റിസീവ് ചെയ്യണം. വാഗ്ദത്തം എന്ന് പറയുന്നത് നൽകാമെന്ന് പറയുന്നതാണ്. ഞാൻ നിങ്ങൾക്കിത് നൽകാം, ഇതാണ് വാഗ്ദത്തം. ഇന്ന സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും, ഇതാണ് വാഗ്ദത്തം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ നമുക്കിനി നൽകിത്തരാമെന്ന് ദൈവം പറയുന്ന ഒന്നും അല്ല നമുക്കുള്ളത്. വാഗ്ദത്തങ്ങളല്ല. ക്രിസ്തുയേശു സകല തിരുവെഴുത്തുകളുടെയും നിവൃത്തിയാണ്. നമ്മോട് ദൈവം ചെയ്ത സകല വാഗ്ദത്തങ്ങളുടെയും നിവൃത്തിയാണ്. ആ വാഗ്ദത്ത നിവൃത്തി ക്രിസ്തുവിലാണ്. ആകയാൽ തന്നെ നമ്മോടിനി വാഗ്ദത്തങ്ങളൊന്നും അവശേഷിക്കുന്നില്ല, മറിച്ച് അതെല്ലാം നമ്മുടെ അവകാശങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്തെങ്കിലും ലഭിക്കുവാൻ പോകുന്ന ഒരു വാഗ്ദത്തമായിട്ട് നിങ്ങളതിനെ പ്രാപിക്കുകയല്ല, മറിച്ച് നിങ്ങൾക്ക് ദൈവം പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു അവകാശമായി നിങ്ങളതിനെ റിസീവ് ചെയ്യണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടുന്ന ഒരു സൗഖ്യം പോലും സൗഖ്യം തരാം എന്ന് കർത്താവ് പറയുകയല്ല, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്കത് വന്നിരിക്കുന്നു. അത് നിങ്ങളുടേതാണ്. സൗഖ്യം നിങ്ങളുടെ ഇൻഹെറിറ്റൻസ് ആണ്, നിങ്ങളുടെ അവകാശമാണ്. അപ്പൊ ആ അവകാശത്തെ നിങ്ങൾ അനുഭവിക്കുക. ഇതാണ് ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്. പലപ്പോഴും നമുക്ക് ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് ദൈവം എന്തെങ്കിലും നൽകണം എന്ന് വെച്ച് നാം പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ സകലതും നമുക്ക് പിതാവായ ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് നാം ഇനിയും അതിനെ പ്രാപിക്കുക എന്നതിനേക്കാൾ നാം അതിനെ അനുഭവിക്കുക എന്നാണ് ദൈവത്തിന്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടെ നമ്മോട് കർത്താവ് ഓർപ്പിക്കുന്ന, നമുക്ക് തരുന്നൊരു പ്രൊവിഷനാണ്. ആമേൻ. യെശയ്യാവിന്റെ പ്രവചനം 26:3 അത് പറയുന്നത്. അവിടെ ഇങ്ങനെയാ പറയുക, സ്ഥിരമാനസൻ എങ്കൽ ആശ്രയിച്ചിരിക്കുക കൊണ്ട് ഞാൻ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ആ വാക്യം നിങ്ങൾ കണ്ടോ? സ്ഥിരമാനസൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇനി കാറ്റോ കോളോ പ്രതികൂലമോ എന്ത് വന്നാലും എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിൽ ഉറച്ചിരിക്കും. പ്രൈസ് ഗോഡ്. എൻ്റെ പ്രത്യാശയെക്കുറിച്ച്, എൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, ദൈവത്തിങ്കൽ ഞാൻ ആശ വെച്ചിരിക്കുന്നതിനെ കുറിച്ച് ആരൊക്കെ ഇനി എന്തൊക്കെ ചോദിച്ചാലും ഇല്ല, ഞാൻ തിരിഞ്ഞു ചിന്തിക്കത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തിൽ ഉറച്ചിരിക്കും. അങ്ങനെ സ്ഥിരമാനസനായി ദൈവത്തിൽ ഒരാൾ ആശ്രയിച്ചാൽ എന്തെല്ലാം തിരകൾക്ക് നടുവിലും പ്രശ്നങ്ങൾക്ക് നടുവിലും ആയിക്കൊള്ളട്ടെ, ദൈവം പറയുന്നു, ഒരു സ്ഥിരമാനസൻ എങ്കിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് ഞാൻ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ആമേൻ. The peace in the middle of chaos. വലിയ പ്രതിസന്ധികൾക്ക് നടുവിലുള്ള ദൈവിക സമാധാനം. ഇത് ഭക്തന്മാർ വളരെ അനുഭവിച്ചതാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. ലോകം തരാത്ത സമാധാനം,
ലോകം തരുന്ന സമാധാനവുമുണ്ട്, ദൈവം തരുന്ന സമാധാനവുമുണ്ട്. ലോകം തരുന്ന സമാധാനം സാഹചര്യങ്ങളെ അനുസരിച്ചായിരിക്കുന്നത്. നാളത്തേക്ക് വേണ്ടി എനിക്കിന്നേ കരുതലുകൾ ഉണ്ടെങ്കിൽ, എൻ്റേതായ ചില കരുതലുകൾ, നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി ചിലയിടങ്ങളിൽ എന്നെ റെക്കമെൻഡ് ചെയ്യുവാൻ, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചിലരുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ വന്ന ചില ഡിസ്പ്യൂട്ടുകളുടെ മേൽ ചില ഉന്നത അധികാരികൾ എനിക്ക് ഫേവർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മുടെ ചില സമാധാനമാണ്. എന്നാൽ അതൊന്നും അല്ല ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം അത് ലോകം തരുന്നതല്ല. ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് എപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, നിങ്ങൾ തനിച്ചല്ലെന്ന്, നിങ്ങളെ പ്രൊവൈഡ് ചെയ്യുന്നൊരു അപ്പനുണ്ട്. പ്രൈസ് ഗോഡ്. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, സ്ഥിരമാനസൻ എങ്കിൽ ആശ്രയിച്ചിരിക്കൊണ്ട് ഞാൻ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവൻ്റെ സ്വസ്ഥത കെടുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. അപ്പൊ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവനോട് ദൈവം പറയുന്നു, നിന്റെ സ്വസ്ഥത യാതൊരു വിധത്തിലും കെടാൻ ഞാൻ സമ്മതിക്കത്തില്ല, നീ അസ്വസ്ഥനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വിവിധ ഭക്തന്മാർ ഇത്തരം ദൈവിക അനുഭവങ്ങളെ, സമാധാനത്തെയൊക്കെ ഒത്തിരി പ്രാപിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ തിരുവചനം പഠിച്ചാൽ അത് മനസ്സിലാവും. സിംഹക്കൂട്ടിൽ വീണ ദാനിയേലും കരാഗൃഹത്തിൽ പോയ പത്രോസും ഒക്കെ അവർ ഈ ദൈവിക സമാധാനം അനുഭവിച്ചവർ. അപ്പോസ്തല പ്രവൃത്തികളിൽ ആരംഭ അധ്യായങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അപ്പോസ്തലന്മാരെ എല്ലാം കൂടെ പിടിച്ച് പൊതു കരാഗൃഹത്തിലാക്കി, പൊതു തടവിലാക്കി. രാത്രി കർത്താവിന്റെ ദൂതൻ അവരെ തുറന്നു വിട്ടു. അവരോട് പറയുന്നു, നിങ്ങൾ പോയി ജീവന്റെ വചനം പ്രസംഗിക്കുക. പ്രൈസ് ഗോഡ്. അപ്പൊ രാജാക്കന്മാരെതിരാണ്, യഹൂദജനമെതിരാണ്, വലിയ പ്രതിസന്ധികളുണ്ട്. പക്ഷെ അവർക്കറിയാം, കർത്താവിന്റെ ദൂതൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പഴയ നിയമത്തിലെ പല പ്രവചന വര്യന്മാരും ഈ ദൈവിക കരുതലുകൾ അനുഭവിച്ചവരാണ്. മോശെ അത് അനുഭവിച്ചു, ജോഷുവ അത് അനുഭവിച്ചു, അബ്രഹാം അത് അനുഭവിച്ചു, യാക്കോബ് അത് അനുഭവിച്ചു, ഇസഹാക്ക് അത് അനുഭവിച്ചു. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കർത്താവ് നമ്മോട് പറവാൻ ആഗ്രഹിക്കുന്നു, നീ എങ്കൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, നിന്റെ സ്വസ്ഥത കെടാൻ ഞാൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. ഹെരോദാവ് പത്രോസിനെ പിടിച്ചിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ തലേ രാത്രി അവിടെ എഴുതിയിരിക്കുന്നത്, ഈ കാവൽ പടയാളികളുടെ മധ്യത്തിൽ പത്രോസ് കിടന്ന് ഉറങ്ങുകയാണ്, വളരെ സമാധാനത്തോടെ. കാരണം തനിക്ക് ഉള്ള ഒരു വലിയ ഉറപ്പാണ്, ഒന്നും സംഭവിക്കുകയില്ല. അല്പം മുമ്പ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമെന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ പത്രോസിനെയും പിടിച്ചിരിക്കുന്നത്. എന്നാൽ യാക്കോബിന് വന്നു ഭവിച്ചതല്ല എൻ്റെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് പത്രോസിന് നിശ്ചയമുണ്ട്. കാരണം ഈ പത്രോസിനോടാണ് ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പറഞ്ഞത്, നീ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ അരകെട്ട് നിനക്കിഷ്ടമുള്ളിടത്തേക്ക് പോയി, എന്നാൽ നീ വയസ്സനാകുമ്പോൾ, നീ വൃദ്ധനാകുമ്പോൾ മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. പറഞ്ഞതിൻ്റെ അർത്ഥം, പത്രോസ് ഇപ്പോൾ യൗവനക്കാരനാണ്, നാളെ അവൻ വൃദ്ധനാകുമെന്ന് യേശു അവനോട് പറഞ്ഞു. ഇനി ഏത് ഹെരോദാവിന്റെ തടവറയിൽ കിടന്നാലും തൻ്റെ പ്രാണനെ എടുത്തു കളയുവാൻ ഹെരോദാവിന് കഴിയുകയില്ല എന്നുള്ള ഉറപ്പ് പത്രോസിന്റെ ഹൃദയത്തിൽ. അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും പത്രോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് 2-ാം സങ്കീർത്തനത്തിൽ നിന്ന് താൻ കോട്ട് ചെയ്തതാണ്.
ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും തൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, അധിപതികൾ തങ്ങളിൽ കൂടിയാലോചിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം അരുളി ചെയ്തവനെ എന്നൊക്കെ പറഞ്ഞ് പത്രോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയില്ലേ? അവിടെ ഇങ്ങനെയാ പറയുന്നത്, നീ അഭിഷേകം ചെയ്ത നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന് വിരോധമായി ഹെരോദാവും പന്തിയോസ് പീലാത്തോസും യഹൂദജനവും ജാതികളും ഒന്നിച്ചുകൂടി, അവരെല്ലാം ഒന്നിച്ചുകൂടി സംഭവിക്കേണ്ടതെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും അവർ ചെയ്തിരിക്കും. ആരൊക്കെ ഒന്നിച്ചുകൂടിയാലും ദൈവത്തിന് ഹിതം നടക്കും. ഇതൊരു വലിയ സ്വസ്ഥത നൽകുന്ന വെളിപ്പാടാണ്. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരാണെങ്കിൽ നിങ്ങളുടെ കർത്തൃത്വം യേശുവിൻ്റെതാണ്. നിങ്ങളുടെ കർത്തൃത്വം എന്ന് പറയുന്നതിനകത്ത് നിങ്ങളുടെ തലമുടി നാരിഴ പോലും ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ലീസ് ബോധേഡ് ആയ വിഷയങ്ങളിൽ വരെ കർത്താവ് കൺസേൺ ആണ്. യെസ്, കർത്താവ് കൺസേൺഡ് ആണ്. നമ്മൾ വില കൽപ്പിക്കാത്ത ചെറിയ കാര്യങ്ങൾ വരെ നമുക്ക് വേണ്ടി വിലയിടുന്ന ഒരു ദൈവം. കർത്താവ് തന്റെ പ്രഭാഷണത്തിൽ ഇപ്രകാരം പറഞ്ഞില്ലേ, 2 കാശിന് 5 കുരികിൽ വിൽക്കപ്പെടുന്നു, അവയിൽ ഒന്നിനെ പോലും പിതാവ് മറന്നു പോകുന്നു. അവിടെ കർത്താവ് ഇങ്ങനെയാ പറയുന്നത്, 1 കാശിന് 2 കുരികിൽ, 2 കാശിന് 4 കുരികിലല്ല 5 കുരികിൽ. കാരണം 1 കാശിന് 2 കുരികിൽ, 2 കാശിന് 4 കുരികിലിനെ കൊടുക്കേണ്ടുന്ന കച്ചവടക്കാരൻ 1 കുരികിലിനെ വിലയില്ലാതാ കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പൊ കർത്താവ് പറയുകയാണ്, ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വിലയില്ലാത്ത കുരികിലില്ലേ, ആ കുരികിലിനെ വരെ മറ്റ് 4 കുരികിലിനെ വളർത്തിയതുപോലെ തന്നെയാണ് പിതാവ് വളർത്തിയത്. എല്ലാത്തിനും ഒരേ വിലയാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഏറിയ കുരികിലുകളെക്കാൾ നിങ്ങൾ വിശേഷപ്പെട്ടവരല്ലേ. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മൾ ആരാണ് ദൈവത്തിന് എന്നുള്ള തിരിച്ചറിവ്, അത് നമ്മെ സന്തോഷിപ്പിക്കുന്ന. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഒരിക്കലും പറയുകയില്ല ഞാൻ സഹായമില്ലാത്തവനാണ് എന്ന് പറയുകയില്ല. നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നമാണ് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമില്ലാത്തത്. നമ്മുടെ പല പ്രശ്നങ്ങളും മറ്റുള്ളവരോട് പറയുവാൻ നാം ആവലാതിപ്പെടുകയാണ്. എന്നാൽ ദൈവത്തിന്റെ തിരുവചനം പറയുന്ന രഹസ്യത്തിലുള്ള പിതാവ് നമ്മെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വസ്ഥതയാണ് അവന്റെ സകല കാര്യങ്ങളും അവന്റെ പ്രാർത്ഥനാമുറിയിൽ അവനെ കാണുന്ന ദൈവത്തോട്, അവന്റെ അപ്പനോട് തുറന്നു പറഞ്ഞിട്ട് ഭാരമൊഴിഞ്ഞവനായി പ്രാർത്ഥനാമുറികളിൽ നിന്ന് പുറത്തു കിടക്കുന്ന അനുഭവം. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു പ്രാർത്ഥനാമുറിയുണ്ടോ? നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് ഒന്ന് ഫ്രീ മൈൻഡഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മുൻപോട്ട് കഴിയുവാൻ നിങ്ങൾ കഴിയുമോ? യെസ്, അതിനുള്ള പ്രൊവിഷൻ ക്രിസ്തുവിൽ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ വലിയ പ്രൊവിഷന്റെ പേരാണ് പുത്രത്വം, സൺഷിപ്പ്. നമ്മളെ സ്വർഗസ്ഥ പിതാവിന് മക്കളാക്കി തീർത്തിരിക്കുന്നു യേശുക്രിസ്തുവിൽ. ഈ ഒരു വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. ഇനി അടുത്തൊരു വാഗ്ദത്തമാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തരുന്നത്. ആമേൻ. നിനക്കെതിരെ ഉയരുന്ന ഒരായുധവും ഫലിക്കയിൽ. നിനക്കെതിരെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഒന്നുകിൽ അത് നിനക്കെതിരെ ഉപയോഗിക്കാൻ അവർക്ക് കഴിയത്തില്ല, അല്ലെങ്കിൽ
നിനക്കെതിരെ ഉപയോഗിക്കുന്ന ആ ആയുധത്തിന് അതിൻ്റെ ശക്തി തെളിയിക്കാൻ കഴിയത്തില്ല. അതൊരുപക്ഷെ മറ്റാർക്ക് നേരെ പ്രയോഗിച്ചാലും ആ ആയുധം അതിൻ്റെ ശക്തിയെ കാണിക്കും, അതിൻ്റെ മൂർച്ചയെ കാണിക്കും, അതിൻ്റെ സംഹാരശേഷിയെ കാണിക്കും. പക്ഷെ നിനക്കെതിരെ അത് സാധിക്കത്തില്ല. കാരണം ഞാൻ നിനക്ക് പരിചയമാണ്. സ്തോത്രം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിനോട് സ്നേഹത്തോടെ അടുത്തിയെന്ന് വാത്സല്യപൂർവ്വം ദൈവം പറയുകയാണ്, അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും നിന്റെ പരിചയമാണ്. ഈ കനാന്യരുടെ നാടുകൾക്ക് അടുത്ത് ഒരു പരദേശിയായി താമസിക്കുന്ന അബ്രഹാം സ്വന്തം വീടും കൂടും ഒക്കെ വിട്ട് ദൈവശബ്ദത്തിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ച അബ്രഹാം കഴിഞ്ഞ ദിവസം തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ പിടിച്ചുകൊണ്ടുപോയ രാജാക്കന്മാരെ താൻ തോൽപ്പിച്ചു. ലോത്തിനെയും സകല സമ്പത്തിനെയും മടക്കി കൊണ്ടുവന്നു. അവൻ രാജാക്കന്മാരെ കൊള്ളയിട്ടു. ഇപ്പോൾ സകല രാജ്യങ്ങളും ഒരു വീടിന് നേരെ തിരിഞ്ഞിരിക്കുക. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ഒരു 2ൽ പരം രാജ്യങ്ങൾ ഒരു വീടിന് നേരെയാ തിരിഞ്ഞിരിക്കുന്നത്, ഒരു ഭക്തന്റെ വീടിന് നേരെ. അങ്ങനെ 2 രാജാക്കന്മാർ അബ്രഹാമിന്റെ വീടിന് നേരെ തിരിഞ്ഞു നിൽക്കുക. അടുത്ത ദിവസം യുദ്ധമുണ്ടാകും. കാരണം അബ്രഹാം തൻ്റെ വീട്ടിലെ 318 ആൾക്കാരുമായിട്ട് പോയി രാജാക്കന്മാരെ തോൽപ്പിച്ചെന്ന്. അങ്ങനെ തോൽപ്പിക്കപ്പെട്ട രാജാക്കന്മാർ തിരിഞ്ഞടിക്കും. ഇനിയും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയത്തില്ല. ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. താൻ സ്വന്തം ദേശത്തല്ല, താൻ മറ്റൊരു രാജ്യത്തിൽ. ആ രാജ്യത്ത് പരദേശിയായി താമസിക്കുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വഴിവക്കിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ, അവനെതിരെ ഇപ്പോൾ രാജാക്കന്മാർ തിരിഞ്ഞിരിക്കുക. ഈ സമയത്താണ് ദൈവം അബ്രഹാമിനെ ബലപ്പെടുത്തുന്നത്. പ്രൈസ് ഗോഡ്. രാജാക്കന്മാരെ ജയിച്ചു വരുന്ന അബ്രഹാമിന്റെ അടുക്കൽ ദൈവം തൻ്റെ പുരോഹിതനായ മൽക്കിസദേക്കിനെ അയക്കുക. യുദ്ധത്തിൽ ജയിച്ച്, എന്നാൽ ഇനിയും തോൽപ്പിക്കപ്പെട്ട രാജാക്കന്മാർ തനിക്കെതിരെ തിരിയുമോ എന്നുള്ള ഭയപ്പാടുമായി വരുന്ന അബ്രഹാമിന്റെ അടുക്കൽ അത്യുന്നത ദൈവത്തിന്റെ മഹാപുരോഹിതനായ മൽക്കിസദേക്കിനെ ദൈവം അയച്ചു. മൽക്കിസദേക്കിന് അബ്രഹാം ദശാംശം കൊടുത്തു. മൽക്കിസദേക്ക് കരമുയർത്തി അത്യുന്നതനായ യഹോവയുടെ നാമത്തിൽ അബ്രഹാമിനെ ആശീർവദിച്ചു. ആ ദൈവിക അനുഗ്രഹം അബ്രഹാമിയ കൂടാരത്തിന് ചുറ്റും പരിചയാൻ. അടുത്ത നാളുകളിൽ തൻ്റെ കൂടാരത്തിന്റെ അടുക്കൽ വെളിപ്പെടുന്ന ദൈവശബ്ദം അബ്രഹാമിനോട് പറയുന്നു, ഭയപ്പെടണ്ട. രാജാക്കന്മാർ നിനക്കെതിരെ നിരൂപിക്കുന്നെന്ന് ഭയപ്പെടണ്ട. അവർ നിനക്കെതിരെ യുദ്ധായുധങ്ങൾ ചമയ്ക്കുന്നെന്ന് നീ ഭയപ്പെടണ്ട. നിനക്കെതിരെയുള്ള ആയുധം ഫലിക്കത്തില്ല. കാരണം ഞാൻ നിന്റെ പ്രതിഫലമാണ്, നിന്റെ അതിമഹത്തായ പരിചയമാണ്. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു വാഗ്ദത്തമാണ്. പ്രൈസ് ഗോഡ്. നാം കർത്താവിനാൽ എത്രത്തോളം സുരക്ഷിതരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഇന്ന് മടങ്ങി വരുവാൻ ഈ വചനശുശ്രൂഷ നമുക്കിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വാഗ്ദത്തമുണ്ട്. അത് റോമാലേഖനം 8-ാം അധ്യായം 38-ാം വാക്യത്തിലാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ ആർക്കും കഴിയത്തില്ല. അവിടെ വാഴ്ചകളെയും അധികാരങ്ങളെയും ഈ ലോകത്തിലുള്ളതിനെ, വരുവാനുള്ളതിനെ, ദൃശ്യമായതിനെ, അദൃശ്യമായതിനെ എല്ലാം മുമ്പിൽ നിരത്തി നിർത്തിയിട്ട് എന്ന് പറഞ്ഞ പൈശാചികമായ എല്ലാ സംവിധാനങ്ങളെ, പൈശാചികമായ തലങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയാണ്, മനുഷ്യർക്കോ ആത്മരൂപികൾക്കോ ദൂതന്മാർക്കോ മറ്റാർക്കും
യേശുക്രിസ്തുവിന് എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. ഒന്നുകൂടി പറഞ്ഞാൽ, കർത്താവ് നമ്മെ സ്നേഹിച്ചു. നാം കർത്താവിനെ സ്നേഹിച്ചതല്ല, കർത്താവ് നമ്മെ സ്നേഹിച്ചതാണ്. പലപ്പോഴും നാം അറിയാതെ പോകുന്നൊരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഇങ്ങനെയാണ്: യേശുവിൽ എൻ കാന്തനെ കണ്ടേ എനിക്കെല്ലാമായവനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ എന്നൊക്കെയുള്ളൊരു പാട്ട് നിങ്ങൾക്കറിയാവുന്ന ഞാൻ കരുതുക. അതിൻ്റെ അടുത്ത വരി ഇങ്ങനെയാണ്: ഷാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. അങ്ങനെയാണ് നാം പാടുന്നത്. പക്ഷെ ആ ലിറിക്സ് അങ്ങനെയല്ല വേണ്ടുന്നത്. നമ്മൾ അവനെ കണ്ടെത്തിയതല്ല, നമ്മൾ യേശുവിനെ കണ്ടെത്തിയതേ അല്ല, യേശു നമ്മളെ കണ്ടെത്തിയത്. സ്തോത്രം. കർത്താവ് നമ്മളെയാ തിരഞ്ഞെടുത്തത്. യേശു പലപ്പോഴും ശിഷ്യന്മാരെ ബലപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് കേട്ടോ. കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്കൊരു ചിന്തയുണ്ടായിരുന്നു: ഞങ്ങൾ അയോഗ്യരാണ്, ഞങ്ങൾക്കിതിനുള്ള പ്രാപ്തിയില്ല, ഇദ്ദേഹം പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇദ്ദേഹം എന്തെങ്കിലും ആത്മാവിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുന്നത് മാനുഷികമായിട്ടാണ്, അതിൻ്റെ പേര് ഞങ്ങളെ വഴക്ക് പറയുന്നു. പലപ്പോഴും കർത്താവ് ഞങ്ങളെ ശാസിക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾക്ക് തിരിച്ചറിവില്ലേ, ഞാൻ ഈ പറയുന്ന എന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ശിഷ്യന്മാരാകെ ഒരു പ്രശ്നത്തിലാണ്. അവർ കരുതുന്നു ഞങ്ങൾ യോഗ്യരല്ല, ഈ കർത്താവിൻ്റെ കൂടെ നടക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല. ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്: നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളുടെ യോഗ്യത എനിക്കറിയാം, നിങ്ങളുടെ കപ്പാസിറ്റി എനിക്കറിയാം, നിങ്ങളുടെ ലിമിറ്റേഷൻസ് എനിക്കറിയാം, നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ എനിക്കറിയാം. അതെല്ലാം നിങ്ങൾക്കുണ്ടെന്ന് കണ്ടിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. പക്ഷേ നിങ്ങൾക്ക് കുറവുകളുണ്ടെന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ കുറവുകളെ നികത്തി, നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്ത്, നിങ്ങളെ മറ്റൊരു പദവിയിലേക്ക് ആക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് എന്നെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഇതാണ് കർത്താവിൻ്റെ ഭാഷ്യം. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങളോ വീഴ്ചകളോ വന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇന്നലകളിൽ ജീവിക്കരുത്. നമുക്ക് പറയാൻ ഒരു കാര്യം ഉണ്ടായിരിക്കണം, അനുതപിക്കുവാൻ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ, തെറ്റിപ്പോയെന്ന് ഏറ്റു പറയുവാൻ കഴിയുന്ന തുറന്നൊരു മനസ്സുണ്ടെങ്കിൽ, അടുത്തു വരുന്ന ഏവനെയും കെട്ടിപ്പിടിക്കുന്ന, വീണ്ടും റീസ്റ്റോർ ചെയ്യുന്ന നല്ലൊരപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് തരുന്ന വാഗ്ദത്തമാണ്: ഒന്നിനും നമ്മെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കിന്ന് വിശ്വസിക്കാനും ചിന്തിക്കാനും കഴിയുമോ? മറ്റൊന്നിനും നിങ്ങളെ കർത്താവിങ്കിൽ അകറ്റാൻ കഴിയത്തില്ലെന്ന്. പലരും മൗഢ്യമായി ധരിച്ചു വച്ചിരിക്കുന്നത് അവർ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയപ്പോൾ ദൈവത്തിന് അവരോട് സ്നേഹമായിരുന്നെന്നും, പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ചില അവിശ്വസ്തതകളും ചില ലംഘനങ്ങളും ഒക്കെ വന്നപ്പോൾ ഇപ്പോൾ ദൈവം അവരോട് അകലം പാലിച്ചിരിക്കുന്നതൊക്കെയാണ്. ദൈവങ്ങളെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകൾ വന്നാലും അനുതപിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കരം തന്ന് നമ്മുടെ കൂടെ ഒന്നിച്ച് നടക്കുവാൻ നമ്മുടെ പിതാവ് ഒരുക്കമാണ്. നമ്മോടുള്ള അവിടുത്തെ സ്നേഹം നിരന്തരമാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുക. ആ തിരിച്ചറിവിൽ നമുക്ക് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ഈ വാഗ്ദത്തങ്ങളെ ഹൃദയപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. സ്വർഗീയ പിതാവേ, നന്ദി. ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കെതിരെ ഒരായുധങ്ങളും എഴുന്നേൽപ്പാൻ സമ്മതിക്കാതെ ഞങ്ങളെ സൂക്ഷിക്കുന്ന അവിടുത്തെ പ്രൊട്ടക്ഷനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സ്നേഹം
ഞങ്ങളുടെ കുറവുകളെയൊക്കെ കവിഞ്ഞൊഴുകുന്നതാണെന്നും അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ വേർതിരിപ്പാൻ ആർക്കും കഴിയുകയില്ലെന്നും ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് നന്ദി പറയാം. കർത്താവേ, അങ്ങിൽ മാത്രം ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ഈ തിരുവചനം കേൾക്കുന്ന ഞങ്ങളെല്ലാവരെയും ഒന്നിച്ച് സഹായിക്കേണ്ടതിന് വീണ്ടും തിരുകൃപയിൽ ആശ്രയിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ധാരാളം പകരുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും മറ്റ് ഒരു സന്ദേശവുമായി അടുത്ത ആഴ്ചകളിൽ നമുക്കൊന്നിച്ച് കാണാം. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലസ് യു.